ഞാൻ വലിയൊരു അബദ്ധം ചെയ്തു നാരദ മഹർഷേ. എന്താണത്? ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി അനന്തനെ ഭഗവാനെ പൂജിച്ചു. ഭഗവാന് പ്രസന്നതയായി, പ്രസാദപ്പെട്ടു, വന്നു, എൻ്റെ മുമ്പിൽ വന്നു നിന്നു. അപ്പോൾ ഭഗവാൻ എന്തും തരാൻ തയ്യാറായിട്ടുണ്ട്. മോക്ഷപ്രദനാണ് അദ്ദേഹം. ആ വരവിൽ മുഖം കണ്ടാൽ മനസ്സിലാവും. മോക്ഷവും കൂടി ചോദിച്ചാൽ തരാൻ തയ്യാറായിട്ടാണ്, അത്ര സന്തുഷ്ടനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? എനിക്ക് അങ്ങ് മകനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. മോക്ഷം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ദേവമായാൽ മോഹിതനായിട്ടാണ് എനിക്ക് ഈ അബദ്ധം വിളഞ്ഞത്. ഇതാരാ പറയണത്? കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവൻ. നമ്മളെല്ലാവരും വിചാരിക്കും എന്ത്? കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ്റെ അച്ഛനും കൃഷ്ണൻ സ്ക്വയേർഡ് ആവണം, അമ്മയോ അതുപോലെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയില്ല. ഒരാൾ പറഞ്ഞു വലിയ ഭക്തനായി അല്ലെങ്കിൽ ജ്ഞാനിയായി. പക്ഷേ ആ ജ്ഞാനിയുടെ അമ്മ ജ്ഞാനിയായിക്കൊള്ളണമെന്നോ അച്ഛനായിക്കൊള്ളണമെന്നോ അങ്ങനെയൊന്നുമില്ല. അവർക്ക് വേണമെന്ന് തോന്നണ്ടേ? കുട്ടിയല്ലേ ജനിച്ചിരിക്കണത്. അത്ര വലിയ ജ്ഞാനികളായിരുന്നെങ്കിൽ അവർക്ക് ഈ വിവാഹവും കല്യാണവും കുട്ടിയൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഒരു കുട്ടി നന്നായി എന്ന് പറഞ്ഞിട്ട് അച്ഛനും അതിലും വലിയ നന്മയുണ്ടാവുമെന്ന് വിചാരിക്കരുത്. എന്നിട്ട് എന്തായി? മഹാവിഷ്ണു ഒന്ന് ചിരിച്ചു. അയ്യോ, ഞാൻ മകനായിട്ട് ജനിക്കണം എന്നാണ് പറയണേ. ആര്? ഈ വസുദേവൻ. അപ്പോൾ ഈശ്വരൻ മകനായിട്ട് ജനിക്കണമെങ്കിൽ ആരാവശ്യപ്പെടുന്നോ അത് ആ ആൾക്ക് എത്രത്തോളം യോഗ്യതയുണ്ടാവണം, പ്രഭാവമുണ്ടാവണം. ഈശ്വരൻ ഒരു സന്താനമായി വന്ന് ജനിച്ചാൽ ആ സന്താനത്തിന് ഐശ്വര്യമായിരിക്കുന്ന മഹിമ എല്ലാം ഉണ്ടാവും. ആ മഹിമകളെ മുഴുവനും താങ്ങി അതിനനുസരിച്ച് വളരാൻ അനുവദിച്ചിങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു മാനുഷ ദൗത്യമല്ല, അതിലൊക്കെ കവിഞ്ഞൊരു ദൗത്യമാണ്. അതൊന്നും വസുദേവൻ ആലോചിച്ചില്ല. ചിരിച്ചുകൊണ്ട് പോയി. എന്നിട്ടോ ആവശ്യപ്പെട്ടത് കൊടുക്കണമല്ലോ. പറക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് പറക്കാൻ തീരുമാനിച്ചത്? നോക്കൂ. ദേവകിയുടെ കല്യാണം കഴിഞ്ഞു. വസുദേവനും ദേവകിയും കൂടി പോവാണ്. കംസനാണ് തേര് തെളിക്കുന്നത്. അങ്ങനെ തെളിച്ച് പോകുന്ന വഴിക്ക് ദാ പുറമേ നിന്ന് അങ്ങോട്ട് പൊട്ടി വീണു ഒരു വാക്ക്. എടോ, തൻ്റെ ഈ സഹോദരിക്ക് ജനിക്കാൻ പോകുന്ന 8ാമത്തെ കുട്ടി തൻ്റെ ഘാതകനാണ്, ഓർമ്മ വച്ചോളൂ. ഇനി ഇതിലേറെ എന്തു വേണം? രംഗമെന്താ? തൻ്റെ സഹോദരിയെ പരിണയം നടത്തിയതിന് ശേഷം ഭർത്താവോടുകൂടി ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അവിടെ തടുത്തങ്ങോട്ട് നിർത്തി. ഉടനെ കംസൻ വാളെടുത്ത് ദേവികയെ വെട്ടാൻ പുറപ്പെട്ടു. അപ്പോൾ വസുദേവൻ പറഞ്ഞു, അരുതേ, മഹാപാപം ചെയ്യരുത്. തനിക്ക് എന്താ വേണ്ടത്? കുട്ടിയാണ് കൊല്ലാൻ പോണത്, അമ്മയല്ല. ഇവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അത് ജനിക്കാൻ പോണത് 8ാമത്തെ കുട്ടിയാണ്. ആദ്യത്തെ കുട്ടിയായി ജനിച്ച് സർവ്വ അപകടങ്ങളൊക്കെ വേഗം കഴിക്കാമായിരുന്നേ. അതില്ല, 8ാമത്. അപ്പോൾ 7 കുട്ടികൾ ജനിച്ചതിന് ശേഷമാണ് 8ാമത് ജനിക്കാൻ പോണത്. ഇത് കേട്ടാൽ എന്താ ഉണ്ടാവുക? കംസൻ സർവ്വ ഉപായങ്ങളും പ്രയോഗിച്ച് ഈ 8ാമത്തെ കുട്ടിയെ കരസ്ഥമാക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ് 8ാമത്തെ ഗർഭം ആയപ്പോൾ 2 പേരുടെ കാക്കലും കൂച്ചുവലം കിട്ടു. കാരാഗൃഹത്തിൽ പാർപ്പിച്ചു. നോക്കൂ കാഠിന്യം എവിടം വരെ എത്തിയെന്ന്. ഈശ്വരനോട് കുഞ്ഞായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. കുട്ടി ജനിച്ചു. ജനിച്ച ഉടനെ അച്ഛനോട് പറയുക, അച്ഛാ, ഒരു നിമിഷം എന്നെ ഇവിടെ കിടത്തരുത്. കൊട്ടയിൽ വെച്ചിതാ ഉടനെ കൊണ്ടുപോയിക്കോളൂ. നദിയൊക്കെ കിടന്ന് വൃന്ദാവനത്തിൽ ചെന്ന് അവിടെ കിടത്തി അവിടെയുള്ള പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് അമ്മാമന് കൊല്ലാൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയെ വളർത്താൻ പറ്റിയില്ല. ആവശ്യപ്പെട്ടതെന്താ? എനിക്ക് കുട്ടിയായിട്ട് ജനിക്കണം എന്നേ പറഞ്ഞുള്ളൂ, വളർത്തണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ വളർത്തണേ? വളർത്താൻ കിട്ടിയില്ല. ഇപ്പം ആ കൃഷ്ണൻ ഇതാ ദ്വാരകയിൽ അധിവസിക്കുന്നു.
എത്ര ആൾക്കാരാണ് വന്ന് കാണുന്നത്, എത്ര ആൾക്കാണ് അവൻ മോക്ഷം പങ്കുവെച്ച് കൊടുക്കും. ഞാൻ അച്ഛനായതുകൊണ്ട് ആ മകൻ്റെ മുൻപിൽ ചെന്നിരുന്ന് എനിക്ക് മോക്ഷോപായം പറഞ്ഞു തരുമെന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല. ഞാൻ എത്ര മഹാഭാവിയാണ് നാരദ മഹർഷിയെ. ഈ ദുരിതം അനുഭവിക്കുന്ന എന്നെ എന്തു വേണം? ഇതിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചു തരണം. എൻ്റെ മകൻ്റെ അടുക്കലേക്ക് പോവാൻ എനിക്ക് പറ്റില്ല. ഈ ദുരിതമാണെങ്കിൽ അതും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്.